നമസ്കാരം. ഞാനിവിടെ വന്നിരിക്കുന്നത് ഒറ്റമൂലി ചികിത്സ നടത്തുന്ന പൊന്നു ടീച്ചറിൻ്റെ വീട്ടിലാണ്. ടീച്ചറെ നമസ്കാരം. നമസ്കാരം. ടീച്ചറെ എത്ര വർഷമായി ഈ പാരമ്പര്യ ചികിത്സ തുടങ്ങിയിട്ട്? ഏകദേശം ഒരു 40 വർഷത്തോളമായി ചികിത്സ തുടങ്ങിയിട്ട്. ഏതൊക്കെ രോഗങ്ങൾക്കാണ്? എല്ലാവിധ അസുഖങ്ങൾക്കും ഇവിടെ ചികിത്സയുണ്ട്. പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല, മൂത്രത്തിക്കല്ല്, തലവേദന, വെരിക്കോസ്, കുട്ടികളുണ്ടാകാത്തവർക്കുള്ള മരുന്ന്, പിന്നെ പുരുഷന്മാരിൽ ലൈംഗിക ബലഹീനത അതിനുള്ള മരുന്ന്, ഇവിടെ ഫലപ്രദമായ മരുന്ന് ഇവിടെയുണ്ട്. ഇവിടെ സൈഡ് എഫക്റ്റ് ഇല്ല. ഈ പച്ച മരുന്നാണ്, കാട്ടിൽ പോയി പറിച്ചുകൊണ്ട് വന്നുണ്ടാക്കുന്ന മരുന്നാണ് ഇത്. ധാരാളം മരുന്ന് കഴിച്ച ധാരാളം ആളുകൾക്ക് പ്രയോജനം ഉള്ള മരുന്നാണ്. 3 മാസമായിട്ട് കൊച്ചിന് തലവേദനയായിരുന്നു. അപ്പോൾ കുറേ ഹോസ്പിറ്റലൊക്കെ പോയി. അപ്പോഴാണ് ടീച്ചറെ പറ്റി അറിയണേ. അപ്പോൾ ഇവിടെ വന്ന് മൂക്കിൽ മരുന്ന് ഒഴിച്ചു, നെറ്റിത്തും തലയിലും മരുന്ന് അരച്ചിട്ടു. അപ്പോൾ മാറ്റമുണ്ട്, തലവേദന കുറഞ്ഞു. സാധാരണയായി പുരുഷന്മാരിലുണ്ടാകുന്ന ലൈംഗിക ബലഹീനതയ്ക്ക് ഇവിടെ വളരെ ഫലപ്രദമായ മരുന്നുണ്ട്. കുട്ടികളിലുണ്ടാകുന്ന കൃമിശല്യം, അത് വലിയവർക്കായാലും ഇഞ്ചി, ഉള്ളി, ഉപ്പ് ഇത് അരച്ച്, കുഞ്ഞു പിള്ളേർക്കാണെങ്കിൽ അല്പം തേൻ ചേർത്ത് കൊടുത്താൽ 2 or 3 പ്രാവശ്യം കൊടുക്കുമ്പോഴേക്കും, ഒരു ദിവസം 1 പ്രാവശ്യം കൊടുത്താൽ മതി. അത് ഒരു ഉച്ച സമയത്ത് ഫുഡ് കഴിച്ചതിന് ശേഷം 1 സ്പൂൺ കുട്ടികൾക്കാണെങ്കിൽ. വലിയവർക്കാണെങ്കിൽ ഒരല്പം കൂടുതലോടെ കഴിക്കണം. അവർക്കൊരു 3 പ്രാവശ്യം കഴിക്കുമ്പോഴേക്കും കൃമിശല്യം കംപ്ലീറ്റ് മാറിയിരിക്കും. ഇപ്പം ഉള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉള്ള ഒരു പ്രത്യേകതയാണ്. ഇന്ന് തന്നെ വന്നതിൽ ഒരു കൊച്ച് ഈർക്കൽ പോലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ കൊച്ചിൻ്റെ അമ്മ ചോദിച്ചു, ഇവക്കൊന്ന് വണ്ണം വയ്ക്കാനൊരു മരുന്ന് പറയാമോ എന്ന്. ഒരു 11 വെണ്ടയ്ക്ക, കിളുന്ന് വെണ്ടയ്ക്ക എടുക്കുക, അതരിഞ്ഞ് ലേശം ഉപ്പ് ചേർത്ത് വേവിച്ച് വെക്കുക. എന്നിട്ട് അത് തോർത്തിനകത്ത് പിഴിഞ്ഞ് മാറ്റി വയ്ക്കുക. അതിനുശേഷം 1/2 ഗ്ലാസ് നെയ്യ്, നല്ല നെയ്യ്, അത് അടപ്പത്ത് വെച്ച് തിളച്ച് വരുമ്പോൾ കുരുമുളക് പൊടി, അല്പം ചുക്കുപൊടി, ലേശം കറിവേപ്പില, ഇത്രയും ഇട്ട് ചുമന്ന ഉള്ളി അരിഞ്ഞിട്ട് മൂപ്പിച്ചിട്ട് ഈ വെണ്ടയ്ക്ക സൂപ്പ് അതിലേക്ക് ഒഴിച്ച് ഇളക്കി വെക്കണം. ഇളക്കി പതഞ്ഞ് പൊങ്ങുമ്പോൾ വാങ്ങി വയ്ക്കുക. ആറിക്കഴിയുമ്പം അത് 1 ഗ്ലാസ് വീതം 2 നേരം കഴിക്കുക. അങ്ങനെ ഈ ഒരു ഞായറാഴ്ച കഴിച്ചാൽ അടുത്ത ഒരു ഞായറാഴ്ച കഴിക്കണം. പിന്നത്തെ ഒരു ഞായറാഴ്ച കൊണ്ട് എത്ര മെലിഞ്ഞ കുട്ടികൾക്കും ആവശ്യത്തിന് വണ്ണം വെച്ചിരിക്കും. എല്ലാ മരുന്നുകളിലും ടീച്ചർക്ക് ഇവിടെ നിന്നാണോ കിട്ടുന്നത്, അതോ അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കാറാണോ ചെയ്യാറുള്ളത്? ഞാൻ കാട്ടിൽ പോയി മരുന്ന് പറിച്ചുകൊണ്ട് വന്നുണ്ടാക്കുന്ന മരുന്നാണ്. അത് കൂടാതെ കിട്ടാത്ത വേരുകൾ പച്ചമരുന്ന് കടയിൽ നിന്ന് വാങ്ങിക്കാറുണ്ട്. അത് പച്ചയ്ക്ക് തന്നെ കിട്ടും. അത് അങ്ങനെയുള്ള കടയുണ്ട്, അവിടെ നിന്ന് വാങ്ങിച്ചാണ് ഞാൻ അരച്ച് ഉപയോഗിക്കുന്നത്. ഒറ്റമൂലി ചികിത്സയെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? ഒറ്റമൂലി ചികിത്സ എന്ന് പറഞ്ഞാൽ വേരുകൾ ചേർത്തുള്ള മരുന്നാണ് ഒറ്റമൂലി ചികിത്സ. എൻ്റെ വേരുകളും ഇലകളും പൂക്കളും കായ്കളും ഒക്കെ ചേർന്നുള്ള മരുന്നാണ് എൻ്റേത്. ഇത് കാട്ടിൽ പോയി വെളുപ്പിനെ തന്നെ പോയി പറിച്ചുകൊണ്ട് വരും. അത് അരച്ച് നമ്മുടെ വീട്ടിൽ വെച്ച് അരച്ച് അതെടുത്ത് തണലത്ത് വെച്ച് ഉണങ്ങി പൊടിച്ചെടുക്കുന്ന മരുന്നാണ്. കൂടാതെ ചില മരുന്നുകൾ നമുക്കിവിടെ കിട്ടാത്തതുകൊണ്ട് ആ മരുന്നുകൾ പച്ചയ്ക്ക് തന്നെ അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിച്ച് അത് പൊടിച്ച് അരച്ച് എടുക്കുന്ന മരുന്നുകളും ഉണ്ട്. ടീച്ചർ തന്നെയാണോ ഈ മരുന്നുകൾ എല്ലാം കൈകാര്യം ചെയ്യുന്നത്, അതോ ഈ ഇടിക്കാനും അതുപോലെ പൊടിക്കാനും അരയ്ക്കാനും ഒക്കെ മറ്റുള്ളവരാരെങ്കിലും സഹായം തേടാറുണ്ടോ? ഉണ്ട്. ഞാൻ മരുന്നുണ്ടാക്കുന്നത് എൻ്റെ ഭർത്താവും എൻ്റെ മകളും എന്നെ സഹായിക്കാനുണ്ട്. കൂടാതെ ഇവിടെ സ്ഥിരമായിട്ട് പണിക്ക് ഒരാളുണ്ട്. വർഷങ്ങളായിട്ട് വെരിക്കോസിൻ്റെ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു വ്യക്തിയാണ്. ഞാനിങ്ങനെ പലയിടത്തും രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് പലയിടത്തും പോയി എനിക്ക് ആശ്വാസം കിട്ടിയിട്ടില്ല. അങ്ങനെ ഞാൻ അറിഞ്ഞ് ഈ ടീച്ചറുടെ അടുത്ത് ഞാൻ അറിഞ്ഞ് വേറൊരാൾ പറഞ്ഞ മുഖേന അറിഞ്ഞ് ഞാൻ വന്നിരിക്കുകയാണ്. ഇനി ഞാൻ ചികിത്സ തുടങ്ങുകയാണ്. എൻ്റെ കൂടെ വന്നയാൾക്ക് പൂർണ്ണമായൊരു സൗഖ്യം കിട്ടിയിട്ടുണ്ട്. സ്ത്രീകൾ ഇവിടെ വന്ന് എന്നോട് പറയാറുണ്ട്, അവരുടെ ബെഡ്റൂമിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല എന്ന് പറയാറുണ്ട്. അതിന് പ്രധാന കാരണം ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറഞ്ഞൊരു ഹോർമോണിൻ്റെ അഭാവം. ഏജ് കൂടുന്നതനുസരിച്ച് കുറഞ്ഞു വരും. അതുപോലെ പ്രമേഹം, അവരുടെ മദ്യപാനം, പുകവലി, ഇതെല്ലാം ഇതിനൊരു കാരണമാണ്. ഇത് എൻ്റെ മരുന്ന് കഴിക്കുമ്പോൾ ഞാനത് ഈ മദ്യപാനം നിർത്താൻ അവരോട് പറയും, പുകവലി നിർത്താൻ പറയും.
യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത പച്ചമരുന്നാണ്. 40 ദിവസം മരുന്ന് കഴിക്കുമ്പോഴേക്കും ഒരു സന്തോഷപ്രദമായ ലൈഫ് തിരിച്ചു കിട്ടുന്നതാണ്. ടീച്ചർ കൊടുക്കുന്ന മരുന്നുകൾക്കൊക്കെ പഥ്യമുണ്ടോ? പഥ്യമുണ്ട്. പൈൽസിനും വെരിക്കോസിനും പഥ്യമുണ്ട്. പഥ്യം സഹിക്കാവുന്ന പഥ്യമാണ്. മറ്റ് അസുഖങ്ങൾക്കൊന്നും അത്ര പഥ്യമില്ല. ഇപ്പം മൂത്രത്തിക്കല്ലിന് പഥ്യമില്ല, ലൈംഗിക ഉത്തേജക മരുന്നിന് പഥ്യമില്ല, കുട്ടികളുണ്ടാകത്തതിനും ചെറിയ പഥ്യങ്ങളേ ഉള്ളൂ. വെരിക്കോസിൻ്റെ പഥ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ പഥ്യം പാലിച്ചെങ്കിൽ മാത്രമേ ആ രോഗം ഭേദമാകുകയുള്ളൂ. അതുകൊണ്ട് കർശനമായും പഥ്യം പാലിക്കേണ്ടതാണ്. ഞാൻ വെരിക്കോസിൻ്റെ ഇതിനു വേണ്ടി വന്നതാണ് ഇവിടെ. എൻ്റെ വീട് കോട്ടയമാണ്. കോട്ടയത്ത് നിന്ന് ഇവിടെ വന്നിട്ട് മരുന്ന് മേടിച്ചു. ഇപ്പം ഫസ്റ്റ് നമ്പർ മരുന്ന് മേടിച്ചു ഇന്ന് 33ാമത്തെ ദിവസമാണ്. വളരെയധികം മാറ്റങ്ങളുണ്ട്. ഞാൻ പല സ്ഥലത്തും പോയി, ഒരു മാറ്റമില്ലാഞ്ഞ് ഇവിടെ വന്ന് ഇപ്പോൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. 2ാം നമ്പർ മരുന്ന് മേടിക്കാനായിട്ട് വന്നതാണ്. വളരെ കുറവുണ്ട്, വളരെ സുഖമുണ്ട്, വേദനയില്ല. ഞാനിവിടെ വരുമ്പം എൻ്റെ കാല് ഭയങ്കര ഭീകരതമായിരുന്നു. ഇപ്പം വളരെയധികം മാറ്റങ്ങളുണ്ട്. ഇപ്പം വളരെ സുഖമുണ്ട്, വേദനയില്ല, സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്നു. കിഡ്നി സ്റ്റോണിന് ഒറ്റമൂലി കൊടുക്കുന്നതായിട്ട് കേട്ടു. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? അതിന് നമുക്ക് ഒരു 6 mm വരെയുള്ള കല്ല് യൂറിറ്റർ വഴി പൊക്കോളും. മരുന്ന് കഴിച്ചാൽ മൂത്രം നല്ല സ്പീഡിൽ പോകും. കല്ലലുത്ത് മൂത്രത്തിൽ കൂടെ പോകണം. അതിനുള്ള മരുന്ന് ഇവിടെ ഉണ്ട്. വളരെ കുറച്ച് പഥ്യം മാത്രമേ ഉള്ളൂ. അത് പാലിച്ച് മരുന്ന് കൃത്യമായി കഴിക്കുക. അതിൽ പഥ്യം പാലിച്ച് മരുന്നും കഴിച്ചാൽ എല്ലാവർക്കും അത് ഓക്കെ ആകാറുണ്ട്. അതുപോലെ കാലിൽ പുരുഷന്മാരിലായാലും സ്ത്രീകളിലായാലും ആണി ഉണ്ടാകുന്ന ഒരു അസുഖമുണ്ട്. ഈ ആണി രോഗത്തിന് കഞ്ഞിവെള്ളത്തിനകത്ത് ഇന്ദുപ്പ് കലർത്തി അത് തേച്ചാൽ 2 or 3 പ്രാവശ്യം തേക്കുമ്പോഴേക്കും ആ അസുഖം മാറിയിരിക്കും. ടീച്ചർ ഈ മരുന്നുകളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ടീച്ചറിൻ്റെ അടുത്ത് ആരും വരില്ല കേട്ടോ. പിന്നെ സ്കൂൾ കുട്ടികളാണെങ്കിൽ അവരുടെ തലയിലെല്ലാം പേൻ ശല്യമുണ്ട്. അത് അമ്മമാർക്ക് സ്ഥിരമായി പരാതിയാണ്. എന്നെ വിളിച്ച് ചോദിക്കാറുമുണ്ട്. ഒരു പിടുത്തം തുളസിയില എടുത്ത് ഒരു 3 ചുമന്ന ഉള്ളിയും അരച്ച് അല്പം മുട്ടവെള്ളയ്ക്കകത്ത് ചാലിച്ച് തലയിൽ തേച്ചാൽ ആ പേൻ മുഴുവൻ പൊക്കോളും. അത് 1 മണിക്കൂർ തലയിൽ വെച്ചിരിക്കണം. അതിനുശേഷം ചന്ദ്രിക സോപ്പിട്ട് തല കഴുകിയാൽ ആ പേൻ പൊക്കോളും. പിന്നെ ഉണ്ടാവില്ല. ഒരു ഞായറാഴ്ച ചെയ്താൽ പിന്നത്തെ ഒരു ഞായറാഴ്ച കൂടെ ചെയ്യുക. ടീച്ചർ ഈ മുടി ഉണ്ടാകാനുള്ള എണ്ണ ടീച്ചർ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ? മുടി ഉണ്ടാകാനുള്ള എണ്ണ ഞാൻ കൊടുക്കുന്നുണ്ട്. ആ എണ്ണയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തലയ്ക്ക് ഭയങ്കര ചൂടായിരിക്കും ചിലരുടെ തല. അതിൽ നല്ല തണുക്കാനുള്ള എണ്ണ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കഫക്കെട്ട്, തലവേദന ഒക്കെ ഉള്ളവർക്ക് കഫക്കെട്ട് പോകാനുള്ള മരുന്ന് കൊടുത്തിട്ടാണ് ഈ എണ്ണ കൊടുക്കുന്നത്. അത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് താരനാണ്. താരൻ പോകാനുള്ള മരുന്നും ഇവിടെ കൊടുക്കുന്നതാണ്. ടീച്ചറിൻ്റെ മുടിയുടെ രഹസ്യം ഇതാണോ? ഞാൻ ഇവിടെ ഉണ്ടാക്കുന്ന എണ്ണയാണ് ഞാൻ തേക്കുന്നത്. ഇപ്പോഴീ സർവ്വസാധാരണമായി കണ്ടുവരുന്ന മുട്ടുവേദന, കാലുവേദന അങ്ങനെയുള്ള രോഗങ്ങൾക്ക് ടീച്ചർ ചികിത്സിക്കാറുണ്ടോ? മുട്ടുവേദന, തോളിൽ വേദന, നടുവിന് വേദന, കാലിൻ്റെ പാദത്തിനുള്ള വേദന, നീര്, ഇതെല്ലാം നീർക്കെട്ട് മൂലം ഉണ്ടാകാറുണ്ട്. അതിനുള്ള ഫലപ്രദമായ ചികിത്സ ഇവിടെ ഉണ്ട്. കുഴമ്പ് കൊടുക്കും, 40 ദിവസത്തെ മരുന്ന് കൊടുക്കും. അത് ഒരാഴ്ച കുഴമ്പും പുരട്ടി ആ മരുന്നും കഴിക്കുമ്പോഴേക്കും മുട്ടുവേദന, കാലുവേദന എല്ലാം ആളുകളുടെ മാറാറുണ്ട്. പക്ഷേ എന്നാലും 40 ദിവസത്തെ മരുന്ന് കൊടുത്തു വിടും. അതുപോലെ ഈ ശ്വാസമുട്ടലിനുള്ള ചികിത്സയും ടീച്ചർ ചെയ്യാറുണ്ടോ? ശ്വാസമുട്ടലിനുള്ള ചികിത്സയുണ്ട്. ഉള്ളിൽ അവർക്ക് കഫം കാണും. ആ കഫം വയറ്റിലൂടെ പോകും. അതുപോലെ അവർ കൃത്യമായി മരുന്ന് കഴിക്കണം. പഥ്യമുണ്ട്. ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ടുള്ള ഫ്ലാറ്റ് ലിവറിന് ടീച്ചർ ചികിത്സിക്കാറുണ്ടോ? ചികിത്സിക്കാറുണ്ട്. അസുഖം ഭേദാകാറുമുണ്ട്. അത് ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 അത്രേ ഉള്ളതിന് നമ്മുടെ മരുന്ന് കഴിച്ച് അസുഖം ഭേദമായ ധാരാളം ആളുകളുണ്ട്. ഞാൻ ഇങ്ങനെ പൈൽസിൻ്റെ അസുഖമായിട്ട് വന്നതാണ്. ടീച്ചറിനെ പറ്റി എനിക്കറിയാം. അതുകൊണ്ട് ടീച്ചറിൻ്റെ അടുത്ത് ചികിത്സയ്ക്ക് വന്നു. ഇപ്പോൾ എനിക്ക് ഒത്തിരി സുഖമായി. ഇപ്പോഴും ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ട്. എന്നാലും ഒരുപാട് ആശ്വാസമുണ്ട്. ഇവിടെ തീരെ ചെറുപ്പ കുട്ടികൾ തന്നെ മദ്യപാനത്തിന് മരുന്ന് കഴിക്കാൻ വരാറുണ്ട്.
ഇപ്പം ഈ കോളേജിൽ പഠിക്കുന്ന കുട്ടികളും അതെല്ലാം പ്രായമായവരും കുടുംബം തന്നെ മദ്യപിച്ച് തകർന്നു പോകുന്ന ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അവർക്ക് നമ്മൾ മരുന്ന് കൊടുക്കുന്നത് വെളുപ്പിനെയാണ്. രാവിലെ അവർ വന്ന് മരുന്ന് കഴിച്ചിട്ട് അതുപോലെ മരുന്ന് ഒരു 20 ദിവസത്തെ മരുന്നും കൊടുത്തു വിടും. പിന്നെ അവർക്ക് മദ്യപിക്കണമെന്ന് തോന്നില്ല. അവരുടെ ആരോഗ്യവും പഴയ മദ്യപാനം തുടങ്ങുന്നതിന് മുൻപുള്ള അതേ ആരോഗ്യം തിരിച്ചു വരുന്നതാണ്. ടോൺസിലൈറ്റിസിന് ഞാൻ കൊടുക്കുന്ന എണ്ണ 3 പ്രാവശ്യം 3 നേരം തലയിൽ നെറുകയിൽ തേച്ചാൽ മതി. ആ ടോൺസിലൈറ്റിസ് പൂർണ്ണമായിട്ട് മാറിയേക്കും. ഇവിടെ ഓപ്പറേഷൻ ചെയ്യണമെന്നും പറഞ്ഞ ഒരു ചെറുക്കൻ കൊച്ച് വന്നിട്ട് ആ കൊച്ചിന് സംശയമായിരുന്നു ഇവിടുത്തെ മരുന്ന് ചെയ്താൽ അത് മാറുമെന്ന്. ആ കുട്ടി ഈ മരുന്ന് കൊണ്ടുപോയി കഴിഞ്ഞ് എന്നെ വിളിച്ച് പറഞ്ഞു, ഞാനത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ ടോൺസിലൈറ്റിസ് പിന്നെ ഉണ്ടായിട്ടില്ല ടീച്ചറേ എന്ന് പറഞ്ഞു. സോറിയാസിസിന് ഇവിടെ വളരെ ഫലപ്രദമായ മരുന്നുണ്ട്. ഞാൻ കൊടുക്കുന്നത് 3 ടിന്ന് മരുന്നും ഒരു എണ്ണയാണ്. ആ എണ്ണ പുരട്ടി അവർ 1 മണിക്കൂർ ഇരുന്ന് പിന്നെ കുളിച്ച് കഴിഞ്ഞിട്ട് ഉള്ളിൽ മരുന്ന് കഴിക്കണം. അവർക്ക് 1 മാസവും കൊണ്ട് പൂർണ്ണമായിട്ട് സോറിയാസിസ് മാറിയ ഒരുപാട് പേര് എനിക്കുണ്ട്. എൻ്റെ സ്ഥലം ഇടുക്കി ജില്ലയിൽ തൊടുപുഴയ്ക്കടുത്ത് കാഞ്ഞാറാണ്. തൊടുപുഴയിൽ നിന്ന് മൂലമറ്റം റൂട്ട് കാഞ്ഞാർ ടൗൺ. അവിടെ വന്നിട്ട് ഓട്ടോക്കാരോട് പറഞ്ഞാൽ മതി, പൊന്നി ടീച്ചറിൻ്റെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞാൽ ഓട്ടോക്കാരോട് കൊണ്ടുവിടും.